ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രേഷുലിക്സ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് ക്യാരറ്റ് ഫലൂഡ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു കുക്കറിലേക്ക് നമ്മൾക്ക് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ക്യാരറ്റ് നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന മെയിൻ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് മാങ്ങ, മാതള നാരങ്ങ, പിന്നെ പിയേഴ്സ് എന്ന് പറയുന്ന ഒരു സബർജിലി ടൈപ്പിലുള്ള ഒരു ഫ്രൂട്ട്സും കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ടും ഒരു വലിയ ഗ്ലാസ് നിറച്ച് പാലുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ സ്റ്റവിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇത് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. വെർമിസെല്ലി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് ചൂടായാൽ മതി, അധികം ഫ്രൈ ആക്കണ്ട. ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന പാല് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. 2-3 ഏലക്കായ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. പാല് പെട്ടെന്ന് തന്നെ ചൂടായി തിളച്ച് വരും. തിളച്ച് പുറത്ത് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പാല് തിളയ്ക്കുമ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് വെർമിസെല്ലി വേവിച്ചെടുക്കാം. പാല് തിളച്ച് പുറത്ത് പോകാതെ നന്നായി ഇളക്കി കൊടുക്കണം. ഇനി മധുരത്തിനായി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷണലാണ്. മധുരത്തിന് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയും മിൽക്കും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാനായിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പാല് തിളപ്പിക്കേണ്ടതില്ല, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് എടുത്ത് വയ്ക്കാം. നല്ല രീതിയിൽ ചൂട് ആറിയതിന് ശേഷം മാത്രം നമുക്ക് കാഷ്യൂ നട്ട് ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഓരോന്നായി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു 30-45 മിനിറ്റോടത്തോളം വെച്ചാൽ നല്ല രീതിയിലൊന്ന് തണുത്ത് കിട്ടും. ഇത് നല്ല രീതിയിൽ ഞാൻ തണുപ്പിച്ച് എടുത്തതാണ്. ഇനി നമുക്കതൊന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ തന്നെ ഇത് കാണാൻ നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഒരു കളർഫുള്ള് ഡ്രിങ്കാണ്. ഇനി ഗ്ലാസ്സിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സ്ട്രോബെറി ഐസ്ക്രീമാണ്. സ്പെഷ്യൽ ക്യാരറ്റ് ഫലൂഡ ഡ്രിങ്ക് റെഡിയാണ്. ഒരു സൂപ്പർ ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ
ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.